എത്ര നേരമായിട്ട് ഞാൻ ഇവിടെ കാത്തിരിക്കാന്നറിയോ? നീ എവിടെ പോയി കിടക്കായിരുന്നു? നീ എന്തിനാ വെയിറ്റ് ചെയ്യാൻ പോയത്? ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് പ്രോജക്റ്റ് വർക്ക് ഉണ്ടെന്ന്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നീയല്ലേ പറഞ്ഞത് കോളേജിൽ വെച്ച് കാണാന്ന്. ഓക്കെ സോറി, ഞാനാ തെറ്റ് ചെയ്തത്. ഞാൻ ചോദിച്ച ആ കാര്യത്തിന് നീ ഇതുവരെ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. നീ ദേഷ്യപ്പെടരുത്. നീ പറയുന്ന പോലെ എനിക്ക് നിന്നെ കാണാൻ കഴിയില്ല. നീ എനിക്കൊരു ബ്രദറാണ്. അങ്ങനെ എനിക്ക് നിന്നെ കാണാൻ കഴിയും. എന്റെ അച്ഛന്റെ പെങ്ങളുടെ മോനല്ലേ നീ. നീയല്ലേ എനിക്കൊരു ബ്രദറും ഫ്രണ്ടും ആയിട്ടുള്ളൂ. അത് നീ മനസ്സിലാക്കാത്ത എന്താ? നിനക്കെന്നെ ഇഷ്ടപ്പെടാൻ പറ്റാത്തോണ്ടൊന്നുമല്ല. എന്നെക്കാളും യോഗ്യത കൂടിയോ വേണം നിനക്ക്. അതാണ് നിന്റെ മനസ്സിലിരിപ്പ്. പിന്നെ എനിക്കിങ്ങനെ നിന്നോട് ഇഷ്ടം തോന്നിയത്? ഞാനെന്താ മനുഷ്യനല്ലേ? എന്റെ അമ്മയുടെ അങ്ങളുടെ മോളൊക്കെ തന്നെയാ. ശരിയാ, എനിക്കും പറയാലോ നീ എന്റെ സിസ്റ്റർ ആണെന്നൊക്കെ. എന്താ നിനക്കെന്നെ ഇഷ്ടപ്പെട്ടാല്? വാട്ട്സ് റോങ് വിത്ത് മീ? അരുൺ, നീ ഒന്ന് മനസ്സിലാക്കടാ. ഇനി ഞാൻ നിന്നോട് എന്തു പറയാനാ? നീ എന്റെ അവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. എന്തവസ്ഥ? എന്താ ഞാൻ മനസ്സിലാക്കണ്ടേ? നീ നിന്നെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇനി നീ എന്നെ ശല്യം ചെയ്താ ഉറപ്പായിട്ടും ഞാനിത് ഫാമിലി മാറ്റർ ആക്കും. നീ വാശിക്ക? അതെ, വാശിക്ക. പറഞ്ഞാ മനസ്സിലാവില്ലെന്ന് വെച്ചാ നിനക്ക് ഞാനൊരു പണി തരുന്നുണ്ടേ. How can we say forever? Wherever you go, whatever you do, I will be right here waiting for you. എന്തു പറ്റി? തന്റെ ഫ്രണ്ട്സ് ആരും വന്നില്ലേ? ഒറ്റയ്ക്കായി പോയോ? ഓ, അപ്പൊ ഞങ്ങളെയൊക്കെ അറിയാലേ? പിന്നെ
നീയൊക്കെ ഇവിടെ എന്താ അർമാദം? പോലീസ് പിടിക്കൂട്ടോ. പബ്ലിക് ഡ്രിങ്കിങ് അത്ര നല്ലതല്ല. ഓ, അപ്പൊ ചേട്ടൻ ലോക്കലാണല്ലേ? എല്ലാം അറിയാലോ. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉള്ളതാ. ഓ, ചേട്ടന്റെ പേരെന്താ? ബൈജു. ബൈജുവോ? ഈ ലുക്കിന് ബൈജു ചേരില്ലല്ലോ ചേട്ടാ. അപ്പനും അമ്മയ്ക്കും ഓ. എന്നെ കണ്ടോ ബൈജു എന്ന് വിളിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ ബൈജുവായി. ഓ, ചേട്ടൻ വേറെ വല്ല നാട്ടിലാ ജനിച്ചിരുന്നെങ്കിൽ ഇതുപോലെ ബൈജു എന്ന പേര് ചേട്ടന് കിട്ടില്ലായിരുന്നു. എന്തു ചെയ്യാനാ, ഇവിടെ ജനിച്ചു പോയില്ലേ. ചേട്ടൻ എന്താ പരിപാടി? ഞാനൊരു ഡ്രാമ ആർട്ടിസ്റ്റാണ്. ഓ, ചാൻസ് കിട്ടുമ്പോഴൊക്കെ അഭിനയിക്കാൻ പോവും. അതില്ലാത്തപ്പോൾ ചെറിയ പണിയൊക്കെ ചെയ്യും. ഉം. പള്ളിയിലച്ഛനെ സഹായിക്കും. അങ്ങനെ ശാന്തമായി ജീവിക്കുന്നു. കഴിഞ്ഞൂടി പോവാ. ആ, അപ്പോ ലവ് സീൻസ് ആയിരിക്കും കൂടുതൽ അല്ലേ ബൈജു ചേട്ടാ? അല്ല, ചേട്ടന് കാമുകിമാരൊന്നുമില്ലേ, ഈ ഗേൾ ഫ്രണ്ട്സേ? പിന്നെ അതല്ലേ ഉള്ളൂ. ചുള്ള എത്ര ഉണ്ട്? കുറച്ച് അധികമുണ്ടെന്ന് കൂട്ടിക്കോളൂ. ചേട്ടനാൾ കൊള്ളാലോ. ഇതൊക്കെ തന്നെയാണല്ലേ ഫുൾ ടൈം പണി? ആ, നിനക്ക് ലവ് ഒന്നുമില്ലടാ. അതല്ലേ പ്രശ്നം. എന്ത് പ്രശ്നമാടാ? എന്റെ അമ്മയുടെ ബ്രദറിന്റെ മോളാ. ഞങ്ങള് ഒരേ കോളേജിലാ പഠിക്കുന്നത്. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട്. അപ്പൊ സൗകര്യമല്ലേടാ? അവക്ക് എന്നെ അങ്ങനെ കാണാൻ കഴിയുന്നില്ല. ബ്രദറാണ് പോലും. നായിന്റെ മോള്. ഒന്ന് റിലാക്സ് ചെയ്യടാ. നിസ്സാര കാര്യമല്ലേ. നീ ആദ്യമായിട്ട് ആരെ ഇഷ്ടപ്പെട്ടെ? അവളെ തന്നെയാണോ? അതല്ല. അപ്പോ സ്കൂളിൽ പഠിക്കുമ്പോ വേറെ ആരെങ്കിലും ഇഷ്ടമായിരുന്നോ? ഫ്രണ്ട് ബെഞ്ചിൽ നിന്ന് ദിവ്യ, അവളെ എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പൊ നിനക്ക് എല്ലാവരും വേണം അല്ലേടാ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് നിന്റെ പ്രണയത്തിന്റെ ആഴം ഒന്നുകൂടി അളക്കണം. അതൊക്കെ അത്ര പെട്ടെന്ന് പറ്റും തോന്നുന്നുണ്ടോ? പിന്നെ നീ വാ, നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം. വാടാ. അപ്പോൾ തന്റെ ആദ്യ പ്രണയം മുട്ടിട്ടത് ആ സ്കൂളിൽ വെച്ചായിരുന്നു. അതൊരു പ്രണയം എന്ന് പറയാൻ പറ്റില്ല. ഒരുതരം സുഖകരമായ തോന്നൽ, മനസ്സിന് കുളിർമ തരുന്ന ഒരു വികാരം. പലപ്പോഴും അവൾ നിന്നെ വേദനിപ്പിച്ചിരുന്നു അല്ലേ? വേദനകൾ തിന്നുക തന്നെ വേണ്ടി വന്നു. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമായിരുന്നില്ല. ആ സ്കൂളിലേക്ക്, നിന്റെ ആദ്യ കാമുകിയുടെ ഓർമ്മകൾ മണക്കുന്ന ആ ഇടനാഴിയിലേക്ക് ഒന്നുകൂടി പോകാൻ തോന്നാറുണ്ടോ? തോന്നാറുണ്ട്. പക്ഷേ ഇഷ്ടമുള്ള ആരെങ്കിലും കൂടെയുള്ളപ്പോഴേ അങ്ങനെ തോന്നാറുള്ളൂ. നിന്റെ കൂടെ ആ ഓർമ്മകൾ പങ്കുവെക്കാൻ എനിക്കും ഇഷ്ടമാണ്. എന്നാ ഇനി നമുക്ക് അവിടം വരെ ഒന്ന് പോയാലോ? ഓ, അതിനെന്താ. എന്തുപറ്റി? ഇതായിരുന്നു എന്റെ ക്ലാസ് റൂം. ഇവിടെ എവിടെയാ നീ ഇരുന്നിരുന്നത്? ദോ അവിടെ. All my bags are packed, I'm ready to go. I'm standing here outside the door. I have to wake you up to say goodbye.
The dawn is breaking, it's early morn. ഇതാണല്ലേ നിന്റെ 10ാം ക്ലാസ് മുറി, It's blowing his നിന്റെ ആ സങ്കടങ്ങളും സന്തോഷങ്ങളും അറിഞ്ഞ ആ ക്ലാസ് റൂം. lonesome I could die. എവിടെയായിരുന്നു നിന്റെ ആ 10ാം ക്ലാസ് കാമുകി ഇരുന്നിരുന്നത്? ആര്? ദിവ്യ? ഉം. Tell me that you wait for me. Hold me like you'll never let me go. 'Cause I'm leaving ഈ സ്കൂളിൽ on നീ a ഏറ്റവും അധികം ഓർക്കുന്നത് don't ആ പ്രണയം തന്നെ ആയിരിക്കും അല്ലേ? back again. പിന്നല്ലാതെ. Oh babe, I hate to go. 'Cause I'm leaving on a jet plane, don't know when I'll be back again. Oh babe, I hate to go. ഇവിടെ നിന്നും പഠിച്ച എന്തെങ്കിലും നിന്റെ തലയിലുണ്ടോടാ? ഒന്നും തന്നെയില്ല. നിന്നെയൊക്കെ എന്തിനാടാ സ്കൂളിലോട്ട് പറഞ്ഞു വിടുന്നത്? സ്കൂൾ നന്നാക്കാൻ, സ്കൂളിന് പേരുണ്ടാക്കി കൊടുക്കാൻ. അത് വല്ലാത്തൊരു പേരായി പോവും. കളിയാക്കല്ലേ മച്ചാനെ. ആ. നിന്നെയൊക്കെ ഓരോ കാര്യം പഠിപ്പിക്കാൻ ഈ ബോർഡിൽ സാറന്മാർ എത്ര തവണയാ ചോക്ക് വെച്ച് കോറിയത്? ഓ ആന്നേ. നിനക്കെല്ലാം കളിയാ. കളിയല്ലാത്തതായിട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ, നിന്റെ കാമുകി. അതൊരിക്കലും കളിയല്ല ബൈജു. ആരാടാ നിന്റെ പുതിയ കാമുകി? ബീച്ചിൽ വെച്ച് ഞാൻ പറഞ്ഞില്ലേ, അനഘ. അവളിപ്പോ എവിടെ കാണും? ചിലപ്പോ കോളേജിൽ കാണും. അപ്പൊ പിന്നെ അങ്ങോട്ട് പോയാലോ? ഓ പിന്നെന്താ. ഇതാ പറയുന്നത്, കാമുകന്മാർക്ക് എപ്പോഴും കാമുകിമാരുടെ മണമുള്ള സ്ഥലമേ ഇഷ്ടപ്പെടുന്നു. എന്നപ്പോടാ വാ. ആ പോവാം. ഇതാണല്ലേ നിന്റെ തട്ടകം? ബ്യൂട്ടിഫുൾ, അമേസിംഗ്. ഇത്രയും മനോഹരമായ ഒരു കോളേജിലാണോ നീ പഠിക്കുന്നത്? ഭാഗ്യവാൻ. കോളേജ് മനോഹര, പക്ഷെ എന്റെ പ്രണയം മനോഹരല്ലോ. നിന്റെ കാമുകിയുടെ മണം അത് നിനക്ക് കിട്ടിത്തുടങ്ങിയല്ലേ? എവിടെയാ നിന്റെ സ്ഥിരം സ്ഥലം? നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളുടെ പഞ്ചാരമുക്ക്. പഞ്ചാരമുക്കോ? താനാള് കൊള്ളാലോ മാഷെ. വാടാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാണ് എന്റെ പഞ്ചാരമുക്ക്. ഈ മരമാണ് എല്ലാത്തിനും സാക്ഷി. ഇവിടെയാണല്ലേ നീയും ആ പെൺകുട്ടിയും സ്ഥിരമായി കാണാറുള്ളത്? ഉം. ഈ മരത്തിന് എത്ര വയസ്സ് കാണും? ഏതാണ്ട് ഒരു 150 വയസ്സ് കാണും. 150 കൊല്ലം ഒരേ സ്ഥലത്ത് നിന്ന് നിൽപ്പോ? ഭയങ്കര മനക്കെട്ടി തന്നെ. അതെന്താ ബൈജു അങ്ങനെ തോന്നാൻ? അതല്ലടാ, ഈ മനുഷ്യജീവിതം എത്ര ക്ഷണികമാണ് മരങ്ങളെ വെച്ച് നോക്കുമ്പോ. അത് ശരിയാ, ഒരു ചെറിയ കാര്യം മതി പണി പാളാൻ. അതാണ്, ഒരു ചെറിയ കാര്യം മതി. അങ്ങനെ എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ?
ഉണ്ടല്ലോ, അതാണല്ലോ അവൾ, അനഘ. നീ ഇപ്പൊ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയോ? അവള് എപ്പോഴാ നിന്നെ വിഷമിപ്പിച്ചത്? കഴിഞ്ഞ ദിവസം ഞാൻ അവളായിട്ടൊന്ന് ചാറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ അവളോട് വീണ്ടും ഒന്ന് റിക്വസ്റ്റ് ചെയ്തു. എന്താ നിനക്കെന്നെ ഇഷ്ടപ്പെട്ടാല്? വാട്ട്സ് റോങ് വിത്ത് മീ? അരുൺ, നീ ഒന്ന് മനസ്സിലാക്കടാ. ഇനി ഞാൻ നിന്നോട് എന്ത് പറയാനാ? നീ എന്റെ അവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. എന്താ അവസ്ഥ? എന്താ ഞാൻ മനസ്സിലാക്കണ്ടേ? നീ നിന്നെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇനി നീ എന്നെ ശല്യം ചെയ്താ ഉറപ്പായിട്ട് ഞാൻ ഇത് ഫാമിലി മാറ്റർ ആക്കും. നീ വാശിക്കാം? അതെ, വാശിക്കാം. പറഞ്ഞാ മനസ്സിലാവില്ലെന്ന് വെച്ചാ ഛേ. അവളെന്റെ റിക്വസ്റ്റ് പുല്ലുപോലെ തള്ളിക്കളഞ്ഞു. അവള് കൊള്ളാലോടാ. അവളെ പക്ഷെ ഒന്ന് പേടിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഒന്ന് പേടിച്ച ഏത് പെണ്ണും വളയും. നിനക്ക് ഞാനൊരു പണി തരുന്നുണ്ട്. നീ ഇത് കണ്ടോ? നീ അധികം കളിച്ചാ ഞാൻ ഇതും ചെയ്യും. ഇപ്പൊ നീ ഇതും കാണിച്ചു പേടിപ്പിക്കുക അല്ലേ? ഇതല്ല, ഇനി നീ എന്ത് ചെയ്താലും ഞാൻ പേടിക്കില്ല. ഷേ, സ്റ്റുപ്പിഡ്. എന്നിട്ട് നീ എന്ത് ചെയ്തു? പിന്നെ ഇതൊക്കെ എന്റെ പട്ടിയും നാണക്കേട്. ഇതൊക്കെ മറക്കാനാ ഞാൻ ബീച്ചിൽ വന്നേ. അപ്പോഴാ നിങ്ങളെ കണ്ടേ. അത് ശരി. ബീച്ച് വരുന്നതിന് മുമ്പ് നിനക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? ബീച്ചിൽ വരുന്നതിന് മുമ്പ് എന്ത്? പക്ഷേ നിനക്കൊരബദ്ധം പറ്റി. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? നിനക്ക് എന്റെ കൂടെ വരാം. അപ്പോ നിങ്ങൾ ആരാ?